നമുക്കിന്ന് കുറച്ച് സമയം കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്കിന്റെ റെസിപ്പി നോക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെ ആയിരിക്കും ഇത്. കുട്ടികൾ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെറും 10 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് വേണ്ട, വെറും 5 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് 4 ബ്രെഡിൻ്റെ സ്ലൈസ് വേണം. അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ 4 സൈഡ്സും ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതൊന്ന് ഒപ്പം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ബ്രൗൺ കളർ ഉണ്ടായാൽ ആ ഒരു ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കളയുന്നത്. ഇപ്പോൾ ബ്രെഡിൻ്റെ 4 ഭാഗവും ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ സാധാരണ സ്റ്റാർ നോസിലാണ് അതിലിട്ടിട്ടുള്ളത്. ഇനി ഒരു ബേസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി അതൊന്ന് ബ്രെഡിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. അതിന് മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാ ലെയറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീം വെച്ചിട്ട്. വിപ്പിംഗ് ക്രീം ഞാൻ മുമ്പ് ഉണ്ടാക്കി വെച്ചതിൽ ബാക്കിയുള്ളതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലായിടത്തും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കേക്ക് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ സൈഡ് ഭാഗങ്ങളിലും മുകൾ ഭാഗങ്ങളിലും ഒക്കെ ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് ആക്കി കൊടുക്കണം. മുകളിൽ ഫ്ലവർ കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണേ. കേക്കിന് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കാരണം നമ്മൾ അതിന് മുകളിൽ ഫ്ലവർ കൊടുക്കുന്ന സമയത്ത് അത് ഇളകി പോരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈസി ബ്രെഡ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് വളരെ ഈസി അല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.